മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണി കരുണയുടെ അടുത്ത് നിന്ന് പോകുന്ന സമയത്ത് ഉണ്ണിയുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആകുന്നുണ്ട്. അങ്ങനെ ഉണ്ണി നോക്കുമ്പോൾ പെട്രോൾ തീർന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഉണ്ണി കാറിനകത്തുനിന്ന് ഇറങ്ങി എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദുർഗ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, മോനെ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ, എനിക്ക് പേടിയാകുന്നു, അവിടെ ഇവിടെയൊക്കെ തട്ടലും മുട്ടലും ഒക്കെ കേൾക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വാ മോനെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കണേ, ഇത് നിറച്ച് പെട്രോൾ അടിച്ച് ഞാൻ ചെന്നതാണ്, പക്ഷേ ഇപ്പോൾ ഒട്ടും പെട്രോൾ ഇല്ല എന്നാണ് കാണിക്കുന്നത്, ഇനി എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ എങ്ങനെയും നോക്കട്ടെ, ഒരു ഓട്ടോ പിടിച്ചാണെങ്കിൽ ഞാൻ വീട്ടിൽ വരാമെന്ന് പറയുന്ന സമയത്ത് ദുർഗ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ ആകെ പേടിക്കുന്നുണ്ട്. അതേസമയം ലിഫ്റ്റ് വേണമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു പെണ്ണിൻ്റെ ശബ്ദം കേൾക്കുന്നു. അത് നോക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എന്താണ് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്നത് ചോദിക്കുന്ന സമയത്ത്, ഞാൻ തിരിഞ്ഞു നിന്നാണോ സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി തിരിഞ്ഞു വരുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മിയുടെ മുഖം കാണുമ്പോൾ ഉണ്ണി പേടിച്ച് അവിടെ നിന്ന് ഓടുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് അനന്തവും മാർക്കോയും വരുന്നുണ്ട്. എന്നിട്ട് മാർക്കോനോട് അനന്തുവിനോടായിട്ടും മഹാലക്ഷ്മി പറയുന്നുണ്ട്, പേടിച്ച് ഓടിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിക്ക് ചിരി അടക്കാനായില്ല. അപ്പോൾ അനന്ത് പറയുന്നുണ്ട്, ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തെ ശിക്ഷ വേണം കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർക്കോയും പറയുന്നുണ്ട്, ശരിയാണ്, ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവരെ നല്ല രീതിക്ക് തന്നെ പേടിപ്പിച്ച് വിട്ടത് നന്നായെന്ന് പറയുകയാണ് മാർക്കോ. അതിനുശേഷം ഉണ്ണി വീട്ടിലെത്തുന്നുണ്ട്. അങ്ങനെ ദുർഗ പേടിച്ച് വാതിൽ തുറക്കുന്നുണ്ട്. അങ്ങനെ ദുർഗയോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ അവളെ കണ്ടു, മഹാലക്ഷ്മിയെ, ഞാൻ വരുന്ന വഴിക്ക് പെട്രോൾ തീർന്നെന്ന് അമ്മയോട് പറഞ്ഞില്ലേ, അതേസമയം മഹാലക്ഷ്മിയെ ഞാൻ അവിടെ വെച്ച് കണ്ടു അമ്മേ, അവൾ നമ്മളെ ഉപദ്രവിക്കാനായിട്ട് തന്നെ കൂടിയിരിക്കുകയാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ദുർഗയും വളരെ പേടിയാകുന്നുണ്ട്. ദുർഗ പറയുന്നുണ്ട്, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു റൂമിൽ കിടക്കാൻ മോനെ, എനിക്ക് പേടിയാകുന്നുണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ റൂമിലോട്ട് പോകാനൊരുങ്ങാണ്. അതേസമയം ഉണ്ണി കരുണയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കരുണയോട് പറയുന്നുണ്ട്, ഞാൻ മഹാലക്ഷ്മിയെ കണ്ടു, തൻ്റെ ചേച്ചീനെ ഞാൻ കണ്ടു വഴിക്ക് വെച്ചത്, അതുകൊണ്ട് എനിക്ക് ആകെ പേടിയായി, ഞാൻ അവിടെ നിന്ന് ഒരു തരത്തിലാണ് വീട്ടിലെത്തിയതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം, വാതിലും ജനലെല്ലാം അടച്ച് സൂക്ഷിച്ച് വേണം കിടക്കാൻ, അമ്മയുടെ അടുത്ത് തന്നെ വേണം കിടക്കാൻ, ഒറ്റയ്ക്ക് കിടക്കരുതെന്നൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും കരുണ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഉണ്ണി പറയുന്നുണ്ട്, നിൻ്റെ അമ്മയോട് പറയാൻ പറ്റില്ലല്ലോ നിൻ്റെ ചേച്ചിയുടെ പ്രേതത്തിനെ കണ്ടെന്നുള്ള കാര്യം, അതുകൊണ്ട് അമ്മയോടൊന്നും പറയരുത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് മോഹിനി അങ്ങോട്ട് വരുന്നുണ്ട്. മോഹിനിയോടായിട്ട് പറയുന്നുണ്ട് കരുണ, അമ്മ എനിക്ക് പേടിയാകുന്നുണ്ട്, ഇന്ന് അമ്മയുടെ കൂടത്തിൽ ഞാൻ അമ്മേനെ കെട്ടിപ്പിടിച്ച് കിടക്കുമെന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും ഉണ്ണിയേട്ടനും കണ്ടു പ്രേതത്തിനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, എല്ലാവരും എന്താണ് ഇപ്പോൾ ഈ അടുത്തടുത്ത് പ്രേതത്തിനെ കാണുന്നതെന്നൊക്കെ മോഹിനി പറയുന്നുണ്ട്. എന്നിട്ട് മോഹിനിയുടെ അടുത്ത് പോയി കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് കരുണ. അപ്പോൾ മോഹിനിക്ക് മനസ്സിലാവുന്നുണ്ട് മഹാലക്ഷ്മിയാണ് ഉണ്ണിയെ പേടിപ്പിച്ചതെന്നുള്ള കാര്യം. പക്ഷേ അത് കരുണയോട് പറയാൻ പറ്റില്ലല്ലോ, മോളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ടാണ് മോളെ മഹാലക്ഷ്മി ഒന്നും പറയാത്തതും പേടിപ്പിക്കാത്തതും. അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് മോൾക്ക് മാത്രം അവളുടെ സ്നേഹം മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് മോഹിനി ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്. പിന്നീട് അനന്തവും മാർക്കും മഹാലക്ഷ്മിയും കൂടെ കണ്ണൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. ഉണ്ണിയെ പേടിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരവിടെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അവൻ അങ്ങനെ തന്നെ വേണം, അവൻ എല്ലാവരുടെയും കൂടി ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ള ഉപകാരങ്ങളെല്ലാം മറന്ന് എൻ്റെ നേർ സംസാരിക്കാൻ വരെ അവനായി. അവനിത് മാത്രമല്ല, ഇതിൻ്റെ കൂടുതൽ ശിക്ഷ വേണം അവനിക്ക് കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും മാർക്ക് പറയുന്നുണ്ട്, സാറൊന്നും കൊണ്ടും വിഷമിക്കേണ്ട, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. ഇനി അടുത്തത് പ്രതാപൻ്റെ അമ്മയുമാണ് പേടിപ്പിക്കേണ്ടത്, അവരിവിടെ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് മഹാലക്ഷ്മി അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്തോളാനെല്ലാം മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് മാർക്കോ. അതേസമയം പ്രതാപനും മുത്തശ്ശിയും ഈ ഉണ്ണിയുടെ മുന്നിൽ മഹാലക്ഷ്മി വന്നിട്ടുള്ള കാര്യമെല്ലാം അറിയുന്നുണ്ട്. അവരങ്ങനെ പേടിച്ച് വിറച്ച് ആ റൂമിൽ കിടക്കുകയാണ്. പക്ഷേ ഉറക്കാൻ രണ്ടുപേർക്കും വരുന്നില്ല. അവർ രണ്ടുപേരും കൂടെ പറയുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, ഇവിടെ കിടക്കുന്തോറും നമ്മളുടെ ജീവൻ ആപത്താണെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അടുത്തോട്ട് ആരോ ഒരാൾ കയറി വരുന്നുണ്ട്. അത് ആരാണെന്നുള്ള കാര്യം അടുത്ത എപ്പിസോഡിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.